ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്ഥലം വരെ പോകട്ടെ. ഞാൻ കോയമ്പത്തൂർക്കാണ് പോകുന്നത്. ജിഗർതണ്ട കുടിക്കാൻ പോവാണ്. ഫേമസ് ആയ മധുരൈ ജിഗർതണ്ട. ചൂടായതുകൊണ്ട് വരുന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ കോയമ്പത്തൂർ എത്തി. പാലക്കാട്ട് നിന്ന് വണ്ടി എടുത്ത് പിന്നെ കോയമ്പത്തൂർ ജിഗർതണ്ട ഷോപ്പിലാണ് വണ്ടി നിർത്തി. എവിടെ നിർത്തിയില്ല, നോൺ സ്റ്റോപ്പ് റൈഡായിരുന്നു. അങ്ങനെ കടയിലെത്തി. ജിഗർതണ്ട പറഞ്ഞിട്ട് ഇതാണ് ജിഗർതണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ അടപ്പുറം തമ്മിൽ ഐസിട്ട പോലെ ഉണ്ടായിരുന്നു ജിഗർതണ്ട. എനിക്ക് അങ്ങനത്തെ ടേസ്റ്റ് തോന്നി. ഞാൻ ഒറ്റയ്ക്കല്ല, കൂട്ടുകാരൻ കൊണ്ടായിരുന്നു. കൂട്ടുകാരെ കൊണ്ട് വെച്ചാൽ അവനും പറഞ്ഞു, അതാ ശരിക്കും അടപ്പുറം വെച്ചാൽ ഐസിട്ട പോലത്തെ അതേ ടേസ്റ്റാണ്, വേറെ പ്രത്യേക ടേസ്റ്റും തോന്നില്ല എന്ന് അവൻ പറഞ്ഞത്. അങ്ങനെ ജിഗർതണ്ട മാത്രം കുടിച്ചിട്ട് നിർത്തിയില്ല. പിന്നെ അവിടെ ഒരുപാട് ഷെയ്ക്കുകൾ, പുഡിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ നൊങ്ക് പുഡിംഗ് വാങ്ങി. കൂട്ടുകാരൻ അതേ തന്നെ കഴിച്ചത്. അപ്പോൾ നൊങ്ക് പുഡിംഗ് അതിനോട് കഴിച്ചു നോക്കി. അത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് ജിഗർതണ്ട കുടിച്ചുകൊണ്ടോ ഇതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നും അറിയില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് വിജയൻ്റെ പാർട്ടിക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു നോട്ടീസ് വന്നിട്ട് ഒരു വാട്ടി വായ്പ കൊടുക്കുക പറഞ്ഞു. ഞാൻ അവിടുത്തെ ആളാണെന്ന് അവൻ്റെ വിചാരം. പിന്നെ എന്തായാലും കോയമ്പത്തൂർ വന്നാലേ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ പോയത് ബ്രൂഫീൽഡ് മാളിലാണ്. ഞാൻ ബ്രൂഫീൽഡ് മാൾ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ശരി, എന്തായാലും പുറത്ത് നല്ല ചൂടല്ലാണ്ട് കുറച്ച് എ സി ഒക്കെ ഉള്ളാണ്ട് അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ കയറി എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് വന്നു. ഇവിടെ ഞായറാഴ്ച കൊണ്ടാണ് ഫുൾ തിരക്കാണ്. ഞാൻ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഇവിടുന്ന് ഒരു സാധനം വാങ്ങിയിട്ടില്ല കേട്ടോ. എപ്പോഴും വരും, എന്തെങ്കിലുമൊക്കെ കറങ്ങും, കാണും, അങ്ങനെ പോകും, അത്രത്തിന് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നേരെ മേലെ പോകാൻ വേണ്ടി കയറി. എനിക്കെന്തോ എക്സ്കലേറ്റർ പെട്ടെന്ന് വഴി തെറ്റി. ഞാൻ അറിയാണ്ട് ഇറങ്ങണ എക്സ്കലേറ്റർ പോയി കയറാൻ നോക്കി. അങ്ങനെ കൂട്ടുകാർ ഒരേ കളിയാക്കൽ. അങ്ങനെ അവിടെ നേരെ മേലെ കയറി പോയി. ഞാൻ എസ്കലേറ്റർ കയറിയിട്ട് കൂട്ടുകാരെ കൂടെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഫോട്ടോസിനുള്ള പോസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടു പാലക്കാട്ടിലേക്ക്. സാധാരണ ഞങ്ങൾ കോയമ്പത്തൂർ വന്നാൽ എപ്പോഴും കോയമ്പത്തൂരിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. കോയമ്പത്തൂരിൽ നിന്ന് കഴിച്ചില്ല. കോയമ്പത്തൂരിൽ നിന്ന് ജിഗർതണ്ട ഇളനീർ പുട്ടിന് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അതുകൊണ്ട് നേരെ കഞ്ചിക്കോട്ട് നിന്ന് ഫുഡ് കഴിച്ചു. ഒരുപാടൊന്നും കഴിച്ചില്ല, ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ച്. പൊറോട്ടയും ബീഫുമാണ് കഴിച്ചത്. അപ്പോൾ ഓക്കെ, ശരി, ഓക്കെ.